അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സാസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കാവാക്കുഞ്ഞ് മുഹമ്മദ് മൗലവി എന്നവരുടെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കാവ്യ പുസ്തകത്തിലെ ഖുർആൻ എന്ന് പറയുന്ന അധ്യായമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ഇനിയും ബാക്കി നിൽക്കുന്ന വളരെ പ്രധാനമായ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുസ്ഹഫിൽ മീമിന് 3 ഹറക്കത്തുള്ളതാ, നന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ. ഫതഹിന്റെ പെരുമാറ്റം ഗരീബാണെന്ന് മുഗ്നിയിൽ പറയുന്നടോ നോക്കൊന്ന്. പരിശുദ്ധമായ മുസ്ഹഫ് എന്ന് പറയുന്ന നമ്മളുടെ പരിശുദ്ധമായ ഖുർആൻ, അതിലെ മുസ്ഹഫ് എന്ന് പറയുന്ന പദത്തിന് 3 രൂപത്തിലുള്ളതായ ഹറക്കത്തുകളുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. ഫതഹും കസുറും ലമ്മും, ഇങ്ങനെ 3 ഹറക്കത്തുകൾ ഉണ്ടെങ്കിലും ഫതഹിന്റെ ഉപയോഗം, മുസ്ഹഫ് എന്ന് പറയുന്ന ഉപയോഗം വളരെ ഗരീബാണ്, വിരളമാണ് എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ടവർ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. 1-ാം ജുസു 156 ശർവാനി നോക്കാം യുക്റഉ എന്നുണ്ടതിൽ. പരിശുദ്ധമായ ഖുർആനിന്റെ ലിപികൾ ചുമരുകളിൽ എഴുതി വെക്കാൻ പാടില്ല, ഭിത്തികളിൽ എഴുതി വെക്കാൻ പാടില്ല. അത് പള്ളിയാണെങ്കിൽ പോലും കറാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ട ശർവാനിയിൽ 1-ാം ജുസിൽ 156 പേജിൽ കൃത്യമായി പറയുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ ഈ കവിതയിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതല്ല ഖുർആൻ നജസ് കൊണ്ട് നിതീരയും, പൊറുക്കപ്പെടും നജസാണതെന്നാൽ തന്നെയും അനറബിയിൽ എഴുതൽ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈനിൽ വ്യക്തമായി പറയുന്നു. പരിശുദ്ധമായ ഖുർആൻ നജസ് കൊണ്ട് നമ്മൾ എഴുതാൻ പാടില്ല. പൊറുക്കപ്പെടുന്ന മഅഫൂവൻ അൻഹുവായ നജസ് കൊണ്ടാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ പരിശുദ്ധ ഖുർആൻ അനറബിയിൽ എഴുതാൻ പാടില്ല, മലയാളത്തിലോ ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ എഴുതാൻ പാടില്ല, അത് ഹറാമാണെന്ന് പരിശുദ്ധമായ ഫത്ഹുൽ മുഈനിൽ വ്യക്തമായി ബഹുമാനപ്പെട്ട സയ്യിദുൽ മഖ്ദൂം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നും ബഹുമാനപ്പെട്ടവർ ഈ കവിതാ ശകലങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മുസ്ഹഫ് വരുന്നത് കണ്ടിനി എഴുന്നേൽക്കണേ, തൗറാത്ത് കണ്ടെഴുന്നേറ്റു നബി എന്നോർക്കണേ. ഇത് തുഹഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ, 155 വിവരിച്ചതാ. പരിശുദ്ധമായ ഖുർആനിനോടുള്ളതായ ആദരവും ബഹുമാനവും ബഹുമാനപ്പെട്ടവർ ഇനിയുള്ള വരികളോട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ വരുന്നത് കണ്ടാൽ അതിന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം. അതിനുള്ള ഒരു തെളിവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗറാത്ത് വരുന്നത് കണ്ട് മഹാനായ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്നു എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. തുഹഫയിൽ വ്യക്തമായി ഈ കാര്യം പ്രതിപാദിക്കുന്നുണ്ട് എന്നും അതിന് തെളിവായി ഉപോത്ബലകമായി ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നു. നനവുള്ള തുപ്പലിനാൽ തൊടല്ലേ മുസ്ഹഫിൽ, ഇബ്നുൽ ഹജർ പറയുന്നു തന്റെ ഫതാവയിൽ. നീ മുസ്ഹഫിൽ നിന്നും നജസ് നീക്കേണ്ടതാ, നഷ്ടം ഭവിച്ചാൽ തന്നെയും ചെയ്യേണ്ടതാ. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിനെയാണ് ബഹുമാനപ്പെട്ടവർ തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പേജുകളിലേക്ക് നാവിൽ തുപ്പല് കൊണ്ട് മറിക്കുന്നതായ ഒരു സ്വഭാവം ഒരുപാട് ആളുകളിലുണ്ട്. അത് ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അപ്രകാരം തന്നെ ഖുർആനിൽ വല്ല നജസ്സുകളും സംഭവിച്ചു കഴിഞ്ഞാൽ, നജസായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വന്നാൽ ഉടൻ തന്നെ അത് നീക്കം ചെയ്യണമെന്നും ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നു. എത്രത്തോളം ആ നജസ് നീക്കം ചെയ്യുമ്പോൾ ഖുർആനിൽ വല്ല കോട്ടം സംഭവിച്ചാൽ തന്നെയും നമ്മൾ അത് കൃത്യമായിട്ട് നീക്കം ചെയ്യണം. അതിന്റെ പേജിനോ ഹർക്കത്തിനോ വല്ല കോട്ടം സംഭവിക്കുകയാണെങ്കിൽ പോലും ആ നജസ് ഉടൻ തന്നെ നമ്മൾ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നത്. സയ്യിദുന ഉസ്മാൻ തന്റെ ചോര തെറിച്ചതിൽ വീണ
വീണല്ലോ ഫസയക്ഫീകഹും ആയത്തതിൽ വധിക്കപ്പെടുമ്പോൾ മുസ്ഹഫും അടുത്തുണ്ട് നീക്കിക്കളഞ്ഞുടനെ രക്തവും എന്നുണ്ട്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ ഖുർആനിൽ നിരതി സംഭവിച്ചാൽ ഉടൻ മാറ്റിക്കളയണം, നീക്കിക്കളയണം എന്നതിന് വ്യക്തമായ ഒരു തെളിവ് പറയുന്നത് മഹാനായ ഇസ്ലാമിക ലോകത്തിന്റെ മൂന്നാമത്തെ ഖലീഫ മഹാനായ ഉസ്മാൻ ഇബ്നുൽ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വളരെ സങ്കടകരമായ രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. നമുക്ക് ആലോചിക്കുവാനും ഓർത്തെടുക്കുവാനും സാധിക്കാത്ത വളരെയധികം സങ്കടം നിറഞ്ഞ ഒരു അധ്യായമാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത്. ബഹുമാനപ്പെട്ടവരെ 40 ദിവസത്തോളം വീട്ടിൽ തടങ്കലിൽ വെക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കൾ ബഹുമാനപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത അധ്യായം നിറകണ്ണുകളോടെ എല്ലാവരും നമുക്കാർക്കും കേൾക്കുവാനും വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയില്ല. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പരിശുദ്ധമായ ഖുർആനിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്നുള്ളതായ രക്തം ധാരധാരയായി ഫസയക്ഫീകഹും എന്ന് പറയുന്ന പരിശുദ്ധമായ ആയത്തിൽ തെറിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ താൻ മരിക്കാൻ പോവുകയാണെന്നറിഞ്ഞിട്ടും പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ആ രക്തക്കറ നീക്കിക്കളഞ്ഞു എന്നാണ് ചരിത്രത്തിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓതാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, മണവസ്തു പൂശിയിരിക്കലും പതിവാക്ക്, കിബിലക്ക് നോക്കിയിരിക്കലും വേണ്ടുന്നതാ, ചാരാര നേരെ ഇരുന്നു തന്നോദേണ്ടതാ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ മുതിർന്നാൽ, അതിന് ഓതാൻ വേണ്ടി തയ്യാറാകുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എന്നും അപ്രകാരം തന്നെ മണവസ്തുക്കൾ നമ്മൾ ശരീരത്തിൽ പൂശൽ പ്രത്യേകമായ സുന്നത്തുണ്ട് എന്നും അപ്രകാരം പരിശുദ്ധമായ ഖിബ്ലക്ക് നേരെ ഇരുന്ന് ചാരാതെയാണ് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത് എന്ന് ഖുർആൻ പാരായണത്തിന്റെ മര്യാദകൾ ബഹുമാനപ്പെട്ടവർ സരളമായ ഭാഷയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ വീണ്ടും ഇതിന്റെ മഹത്വങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ നമ്മെ അടുത്ത വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മുസ്ഹഫ് ഉയർത്തി തന്നോതേണ്ടതാ, അത് മടിയിലായാൽ തന്നെയും മതിയായതാ, നീ വൃത്തിയുള്ള സ്ഥലത്തിരുന്നോതേണ്ടതാ, അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ. പരിശുദ്ധമായ ഖുർആൻ ഉയർത്തി വെച്ചാണ് ഓതേണ്ടത്, താഴെ വെച്ച് ഒരിക്കലും ഓതാൻ പാടില്ല. നമ്മളെ താഴെയാവാൻ പാടില്ല. മുസ്ഹഫ് എപ്പോഴും മുസ്ഹഫ് ഉയർന്നുകൊണ്ടായിരിക്കണം. അത് നമ്മുടെ മടിയിൽ വെച്ച് ഓതുകയാണെങ്കിൽ പോലും അതിന് കുഴപ്പമില്ല. അപ്രകാരം വൃത്തിയുള്ള സ്ഥലങ്ങളിലാണ് പരിശുദ്ധമായ ഖുർആന്റെ പാരായണം നമ്മൾ നടക്കേണ്ടത്. അത് പള്ളിയിൽ വെച്ചാകുമ്പോൾ അതിന് കൂടുതൽ ഫലമുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നു. ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ, ആവശ്യമെങ്കിൽ ദൂഷ്യമില്ലെന്നുള്ളതാ, അഴകുള്ള വസ്ത്രം കൊണ്ട് നീ ചമയേണ്ടതാ, നീരാഴ് സദസ്സിൽ എന്ന മട്ടിൽ വേണ്ടതാ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് മറ്റു സംസാരങ്ങളിൽ നമ്മൾ ശുഗലാവാൻ പാടില്ല, ഏർപ്പെടാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലാണ് നമ്മുടെ മുഴുവനായ ശ്രദ്ധയും വേണ്ടത്. എന്നാൽ അത്യാവശ്യമായി സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ സംസാരിക്കുകയും ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്രകാരം അഴകുള്ള വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിച്ച് ഒരു രാജസന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നത് പോലെയാണ് നമ്മൾ ഓതേണ്ടത്. കാരണം പരിശുദ്ധ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ സംസാരമാണ്. അപ്പൊ അള്ളാഹുവിന്റെ സന്നിധിയിലാണ് നമ്മൾ എന്ന ഒരു മനസാന്നിധ്യത്തോടുകൂടെയാണ് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത് എന്നും ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നു. 40 ദിനത്തിൽ 30 തീർക്കേണ്ടതാ, 40 കഴിഞ്ഞാൽ യുക്റഹു എന്നുള്ളതാ, തീർക്കുന്ന സമയം തന്നെ നീ തുടരേണ്ടതാ, അത് മുഫ്ലിഹൂൻ വരെയെങ്കിലും ഓതേണ്ടതാ. പരിശുദ്ധമായ ഖുർആൻ ഖത്മ് തീർക്കുന്നതിന്റെ മര്യാദയെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് 40 ദിവസത്തിന്റെ ഉള്ളിൽ പരിശുദ്ധമായ ഖുർആന്റെ 30 ജുസുവും നമ്മൾ ഓതി തീർക്കേണ്ടതാണ്. 40 കഴിഞ്ഞതാണെങ്കിൽ അത് കറാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ ആളുകളൊക്കെ ചരിത്രം പരിശോധിച്ചാൽ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഓരോ ദിവസങ്ങളിലും ഖുർആൻ ഖത്ം തീർക്കുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനാണെങ്കിൽ ഓരോ ദിവസവും 2 ഖത്മൊക്കെ തീർക്കുമെന്ന് ബഹുമാനപ്പെട്ടവരെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായി നമ്മൾ ഓതി തീർക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞാൽ കറാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു.
അപ്രകാരം തന്നെ ഖുർആന്റെ ഹത്തം ഓതിക്കഴിഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്ത് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത ഹത്തം തുടങ്ങി വെക്കണം. ഫാത്തിഹയും അൽ ബഖറ സൂറത്തിന്റെ ആദ്യത്തെ ഏടുകളും മുഫ്ലിഹൂൻ എന്നുവരെയുള്ള ആ ആയത്ത് വരെയെങ്കിലും ഓതി വെക്കണമെന്നും ബഹുമാനപ്പെട്ടവർ ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മുസ്ഹഫിൽ നോക്കാതോതിയാൽ ഫലമായിരം, അത് നോക്കിയോതരിലുണ്ടടോ 2000. ഹിക്മത്തുതാ ഞങ്ങൾക്ക് നീ ദയ്യാനേ, നിത്യം അതേറ്റിത്തരണമേ മന്നാനേ. ഗുണം ചെയ്യണേ നിനക്കുള്ള നബിമേലെന്നും, എന്നുള്ളതാണ് പറയുവാൻ എനിക്കെന്നും. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പരിശുദ്ധമായ ഖുർആൻ നോക്കി ഓതുകലാണ് നോക്കാതെ ഓതുന്നതിനേക്കാൾ ഫലം കൂടുതലെന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നു. നോക്കാതെ ഓതിയാൽ 1000 ഫലമെങ്കിൽ നോക്കി ഓതിക്കഴിഞ്ഞാൽ 2000 പ്രതിഫലമുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ടവർ ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയും പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഈ കവിതയുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കവിതകളും അവസാനിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പ്രത്യേകമായ പ്രാർത്ഥനകളിലൂടെയാണ് അദ്ദേഹം അവസാനിപ്പിക്കാറുള്ളത്. അള്ളാഹുവിനോട് അറിവ് വർദ്ധിപ്പിച്ചു തരുവാനും മഹാനായ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും സദാ വർഷിപ്പിക്കുവാനും പ്രത്യേകം ദുആ ചെയ്തുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഈ ഖുർആൻ എന്ന അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഒരുപാട് ഉപകാരമുള്ള വീഡിയോകളുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.